ഈ സമരം എത്രത്തോളം കേന്ദ്രത്തിനെതിരെ ഒരു മുന്നറിയിപ്പായി മാറും? കേന്ദ്രത്തിനെതിരായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ആകെ പ്രതിഷേധമായിട്ട് ഈ സമരം മാറുകയാണ്. ആക്ച്വലി UDF കൂടെ ഈ സമരത്തിൽ പങ്കെടുത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായിട്ടുള്ള വികാരം കേന്ദ്രത്തെ അറിയിക്കേണ്ടതാണ്. കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനയുടെ പാരമ്യതയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും സമ്പൂർണ്ണമായി തകർക്കുകയാണ് അവർ ലക്ഷ്യമിടുന്നത്. അതിനെതിരായിട്ടുള്ള പൊതുവികാരമാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരം. വലിയ ക്ഷേമ പ്രഖ്യാപനങ്ങളൊക്കെ സർക്കാർ നടത്തി, അത് മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത ഒരു പ്രശ്നം വരുന്നത് കേന്ദ്ര നിലപാടുകൊണ്ട് മാത്രമാണ്. ഇവിടെ ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തണമെങ്കിൽ നമ്മുടെ പദ്ധതി വിഹിതം കൃത്യമായിട്ട് കിട്ടണം. റവന്യൂ ചെലവാണ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പദ്ധതി വിഹിതം കൃത്യമായി കിട്ടിയാൽ തൃപ്തികരമായി നടപ്പിലാക്കാൻ പറ്റും. എന്നാൽ കേന്ദ്രം ബുദ്ധിമുട്ടിക്കുമ്പോഴും തനതായ വരുമാനം വർദ്ധിപ്പിച്ച് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ കേരളം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സുഗമമായി നടപ്പാക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അർഹമായത് തരണം. പാർലമെന്റിൽ ഇക്കാര്യം ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ ആവശ്യം പാർലമെന്റ് ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കേരളത്തിലെ ജനപ്രതിനിധികളെല്ലാം എംപിമാർ പാർലമെന്റിനകത്ത് ഏറ്റവും ശക്തമായ നിലയിൽ ഈ വിഷയം ഉന്നയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം സങ്കടപ്പെടുത്തുന്നതാണ്. കേരളത്തിന് അർഹതപ്പെട്ട കേരളത്തിലെ ജനങ്ങളുടെ മുന്നോട്ട് പോക്കിന് വികസനത്തിന് സഹായമാവേണ്ടുന്ന പണം യൂണിയൻ ഗവൺമെന്റ് നൽകാതിരിക്കുമ്പോൾ അത് പാർലമെന്റിൽ ഉയർത്താൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ എല്ലാവരും ചേർന്ന് ഉയർത്തണം, വിഷയം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പാർലമെന്റിലും സമാനമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരും എന്ന് തന്നെയാണ്. പക്ഷേ അതിന്റെ ഭാഗമായി കോൺഗ്രസ് ഇതുമായി സഹകരിക്കുന്നു. ഇപ്പോൾ CPIയുടെ പ്രതിനിധിയായ MP സന്തോഷ് കുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കും, എന്താണ് കേന്ദ്രത്തിന്റെയൊക്കെ ഒരു മറുപടിയായിട്ട്? സ്ഥിരമായി കേരളത്തിൽ നിന്നുള്ള LDFന്റെ MPമാർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ്. കേന്ദ്രം ഈ നിർമ്മലാ സീതാരാമന്റെ PhD ഒരു കേരള വിരുദ്ധതയിലാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് സമീപനം. ഏതൊരു സന്ദർഭം കിട്ടുമ്പോഴും അവർ പഴയ കാര്യങ്ങൾ ആവർത്തിക്കും. നിങ്ങളെ പാർലമെന്റിൽ അവരെ പ്രസംഗം നോക്കിയാൽ മതി, ഒരു ചാൻസ് കിട്ടിയാൽ പഴയ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. കേരളത്തിന്റെ ഓരോ ആവശ്യം അംഗീകരിക്കില്ല. ഇത് ഏതാണ്ട് ഒരു വെള്ളരിക്കാപട്ടണം കണക്കാക്കിയാണ് അവർ പെരുമാറുന്നത്. അതിനെതിരെ സമരമല്ലാതെ മറ്റു മാർഗമില്ല. ഇപ്പോൾ 20,000 കോടിയുടെ ഒരു പ്രൊജക്ട് നമ്മൾ പാക്കേജിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടെ ബജറ്റിൽപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൂടിയാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. പാർലമെന്റിലെ CPIയുടെ നേതാക്കളെല്ലാം അവിടെ ഉണ്ട്. പാർലമെന്റിൽ ഈ സമരം കൊണ്ട് മാത്രം കാരണമുണ്ടോ? പാർലമെന്റിലും പലതവണ പറഞ്ഞ വിഷയമാണ്, പക്ഷേ കേന്ദ്ര നിലപാടിൽ മാറ്റം വരുന്നില്ല. ഇനി എന്താണ് ഇത് ചെയ്യേണ്ടത്? ബജറ്റ് സമ്മേളനമാണ് വരാൻ പോകുന്നത്. മുൻ സമ്മേളനങ്ങളിലും ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ശക്തമായി ഉയർത്തിയിരുന്നു. വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ സവിശേഷമായിട്ട് കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ശക്തമായ രീതിയിൽ ഈ വിഷയങ്ങളൊക്കെ പാർലമെന്റിന്റെ തലത്തിൽ ഉയർത്തുന്നതാണ്. ഈ കേന്ദ്ര നിലപാടിൽ മാറ്റം പ്രതീക്ഷിക്കാമോ? ഈ സമരമായിട്ടൊക്കെ കേന്ദ്ര നിലപാടിൽ മാറ്റം പ്രതീക്ഷിക്കാൻ കഴിയുമോ? BJPയുടെ രാഷ്ട്രീയ തീരുമാനമാണ്. കേരളത്തെ ആകെ അണിനിരത്തിക്കൊണ്ടുള്ള മഹാസമരത്തിലൂടെ മാത്രമേ അങ്ങനെ ഒരു മാറ്റം സാധ്യമാകുള്ളൂ. ഒരേ സമയം പാർലമെന്റിനുള്ളിലും തെരുവിലും കോടതിയിലും കേരളം BJPയുടെ ഈ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന നയത്തിനെതിരെ പൊരുതുകയാണ്. ആ പോരാട്ടം തുടരുകയാണ്. അതാണ് പാർലമെന്റിൽ ഉന്നയിക്കുന്നു. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ സമരങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിലെ കൂടെ കേന്ദ്രത്തിന്റെ മനമാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും അതിശക്തമായ പ്രതിഷേധം ഈ സമരത്തിന്റെ ഭാഗമായി, ഈ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഉയരും. മുഖ്യമന്ത്രിയുടെ വാക്കുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാകും. നേരത്തെയും മുഖ്യമന്ത്രി നമുക്കറിയാം രാഷ്ട്രീയ ഇതുള്ളതിൻ്റെ കാലത്തുള്ളത് BJPയുമായി ഡീലാണ് സംസ്ഥാനത്തെ CPM പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ്. അതിനുള്ള മറുപടിയായി കൂടി ഒരുപക്ഷെ ഈ സമരത്തെ ഇടതുമുന്നണി മാറ്റും. BJPയെ ആ രീതിയിൽ തന്നെ തുറന്നെതിർത്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ്. അതിന്റെ തുടർച്ചയായി കൂടിയാണ് ഇത്തരമൊരു സമരത്തിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതുമുന്നണിയുടെ പ്രധാന നേതാക്കളും ഇറങ്ങുന്നത്. അപൂർവമാണ് ഇത്തരം സമരങ്ങൾ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് റിസർവ് ബാങ്കിന് മുന്നിലായിരുന്നു മുഖ്യമന്ത്രി നേതൃത്വത്തിൽ വലിയ സമരം സംഘടിപ്പിച്ചത്. അത് സഹകരണ മേഖലയിലെ കേന്ദ്ര ഇടപെടലുകൾക്ക് എതിരെയായിരുന്നു. പിന്നീട് ഡൽഹിയിൽ തന്നെ പോയി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സമരം നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇത്. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമായി കൂടി ഈ സമരം മാറാനുള്ള സാധ്യതയാണുള്ളത്. അഭിലാഷ്,
യെസ്, അരുൺ സൂചിപ്പിക്കുന്ന പോലെ കേന്ദ്രത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം. ആ നിലയിലുള്ള സമര പരിപാടികളിലേക്ക് കൂടി പോകുന്നു സംസ്ഥാന സർക്കാർ എന്നതാണ്. 10 വർഷമായി സംസ്ഥാനത്ത് LDF നേതൃത്വം നൽകുന്ന സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് എങ്കിൽ കേന്ദ്രത്തിൽ അതേ കാലയളവിൽ തന്നെ NDA നേതൃത്വം നൽകുന്ന സർക്കാർ ആണ്. അതായത് BJP ഇതര സർക്കാരുകളോട് ഉള്ള സമീപനം അത് മാറ്റേണ്ടതുണ്ട് എന്ന പൊതുനിലപാടിലേക്ക് പോകുന്നു. ഈ പ്രതിഷേധത്തിൽ UDF കൂടി ഭാഗമാകണമായിരുന്നു, പ്രതിപക്ഷം കൂടി ഭാഗമാകണമായിരുന്നു. അങ്ങനെ സംസ്ഥാനം ഒരുമിച്ച് നിൽക്കണമായിരുന്നു എന്ന ആവശ്യം കൂടിയാണ് ഇപ്പോൾ നേരത്തെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഉന്നയിച്ചത്. നമ്മൾ കേട്ടതാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്കിന് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന് നൽകേണ്ട ന്യായമായ ആനുകൂല്യങ്ങൾ പോലും തടഞ്ഞു വെക്കുന്നു എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്ന ആരോപണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ആണ് സംസ്ഥാന സർക്കാർ കടക്കുന്നത്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ട്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം വിഷയങ്ങൾ തുറന്നു കാണിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് LDF എത്തിയിട്ടുള്ള പശ്ചാത്തലമുണ്ട്. ഒപ്പം ഭരണ നേട്ടങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കുന്നതിനോടൊപ്പം സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധികൾ കൂടി ജനങ്ങളെ ബോധിപ്പിക്കണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയും നൽകിയ പശ്ചാത്തലത്തിൽ LDFൻ്റെ ഒരു പൊതു തീരുമാനം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തെ നമുക്ക് നോക്കിക്കാണേണ്ടത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.